അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയം ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇതിന്റെ ഒരു എക്സ്പ്രഷൻ പഠിച്ചാൽ മതി, ഡെഫിനേഷനും പഠിച്ചാൽ കൊള്ളാം. അപ്പൊ നമുക്കൊരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണ്. കണ്ടക്ടർ എന്താ കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ? സബ്സ്റ്റൻസസ് which can allow the passage of electricity very well through them. അതിനാണ് നമ്മൾ ഇത് വിളിക്കുക കണ്ടക്ടർ എന്ന് പറയും. ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും? ഏതാണ്ട് 10⁻²9 പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് വോള്യത്തില് ഇത്രയധികം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ് ആ സബ്സ്റ്റൻസിനെ എന്താക്കി മാറ്റുന്നത്? കണ്ടക്ടറാക്കി മാറ്റുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ എന്താ ചെയ്യുക? ദേ വിൽ ബി മൂവിങ് ഇൻ എ റാൻഡം മാനർ. കേട്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആവറേജ് വെലോസിറ്റി എന്താവും? 0. ഒരു 10 അങ്ങോട്ട് പോകാൻ ഒരു ക്രോസ് സെക്ഷൻ അങ്ങോട്ട് പോകാൻ 10 അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ നെറ്റ് ഫ്ലോ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. There is no any net flow. അപ്പൊ ഇത്തരത്തിലുള്ള മോഷൻ എന്തുണ്ടാക്കില്ല? കറണ്ട് ഒന്നും ഉണ്ടാക്കില്ല. മനസ്സിലാവോ? അപ്പൊ ഈ ഇലക്ട്രോൺസ് ഒക്കെ ഒരു ആറ്റത്തിന്റെ ഭാഗം. ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ ആറ്റം എന്തായിട്ട് മാറി? അയോൺ ആയിട്ട് മാറി. അയോൺ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയോൺ എന്താ മൂവ് ചെയ്യാത്തത്? അയോൺ ഹെവിയാണ്, ഇന്റർഅറ്റോമിക് ഫോഴ്സസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, അയോൺസിനൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർഅറ്റോമിക് ഫോഴ്സസ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ ഇതിനുള്ളിൽ പ്രസന്റ് ആണ്. എന്നാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും? റാൻഡം മോഷൻ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റാൻഡം മോഷൻ നടത്തുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ആയിട്ട് പോയിട്ട് ഇടിക്കും. ഒരു പോസിറ്റീവ് അയോൺ ആണെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ട് മുകളിൽ പോയിട്ട് നമ്മുടെ ഇലക്ട്രോൺ പോയിട്ട് ഇടിക്കും. എന്ത് വെലോസിറ്റി അവൻ ട്രാവൽ ചെയ്യാൻ അറിയും? എനോർമസ്ലി ഹൈ വെലോസിറ്റി ആയി. അതായത് 10⁵ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി. പക്ഷെ ഒരു കാര്യമില്ല, ഈ വെലോസിറ്റിയുടെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കാരണം റാൻഡം മാനറിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഒരു സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്രോസ് സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതുകൂടെ പോകുന്ന നെറ്റ് ഫ്ലോ എത്രയായിരിക്കും? 0 ആയിരിക്കും. 10 നേരത്തെ പറഞ്ഞല്ലോ, 10 അങ്ങോട്ട് പോകാൻ 10 അങ്ങോട്ട് വരില്ല. അപ്പൊ നെറ്റ് ഫ്ലോ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഈ മോഷൻ ഇവൻ ദോ ദേ ആർ മൂവിംഗ് വിത്ത് എനോർമസ്ലി 1,00,000 മീറ്റർ പെർ സെക്കൻഡ്. ഞൊടിക്കുന്ന നേരം കൊണ്ട് 1,00,000 മീറ്റർ അപ്പുറത്ത് എത്തും ഇലക്ട്രോൺസ്. പക്ഷെ ആ മോഷൻ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. കാരണം നെറ്റ് ഫ്ലോ എത്രയായിരിക്കും? ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷനിൽ കൂടുള്ള നെറ്റ് ഫ്ലോ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോഷൻ കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് ഒരു കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ അവസ്ഥ. എപ്പോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ സെല്ലൊന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇനി ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് നോക്കൂ. ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ, എങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക? ഒരു സെല്ല് കണക്ട് ചെയ്യുക, ഇതിനെ ക്രോസ് ആയിട്ട് സെല്ല് കണക്ട് ചെയ്യുക. അപ്പൊ ഈ സൈഡ് പ്ലസ് ആവും, ഈ സൈഡ് മൈനസ് ആവും. കണ്ടോ? ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ പഠിച്ച പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ഈ കണ്ടക്ടറിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺസിന് ഒരു ദിശാബോധമൊക്കെ ഉണ്ടാവും. അങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്ത ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് എന്തൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ? ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും വിത്ത് വെലോസിറ്റി. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ നോക്കൂ, നമ്മുടെ ഇലക്ട്രോൺസിലൊക്കെ ഇലക്ട്രോൺസ് ആണ് ചോദിച്ചത്. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോക്കൂ, ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ വെലോസിറ്റിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുക. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ. പക്ഷെ ഇലക്ട്രോൺസിന്റെ മോഷൻ അങ്ങനെ ഫ്രീ ഒന്നുമല്ല. ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനോർമസ്ലി ഹൈ വെലോസിറ്റിയിലാണ് വരണേ. മനസ്സിലാവണം? അത് നമ്മുടെ പോസിറ്റീവ് അയോണായിട്ട് പോയിട്ട് ഇടിക്കും. പോസിറ്റീവ് അയോണുമായിട്ട് ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞാലോ വീണ്ടും അത് എമർജ് ചെയ്യും. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. മനസ്സിലാവണം? വീണ്ടും എമർജ് ചെയ്യും വിത്ത് സെയിം തെർമൽ വെലോസിറ്റി. അപ്പൊ ഈ ഇലക്ട്രോണിന് ഇങ്ങനെ ഒരു വെലോസിറ്റി കിട്ടാൻ കാരണം എന്താ? എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് അല്ലെ എനർജി അസ്യൂം ചെയ്തിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഉയർന്ന സ്പീഡിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു യോഗ്യത കിട്ടുന്നത്. ഇലക്ട്രോണിന് അത്രയും ഉയർന്ന സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാ തെർമൽ അജിറ്റേഷൻ എന്നൊക്കെ പറയും. എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് എനർജി അസ്യൂം ചെയ്തിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ട്രാവൽ ചെയ്യുക. പക്ഷെ ആ ഒരു സ്പീഡ് ഏതുവരെയുള്ളൂ? ഒരു ഇടി വരെയുള്ളൂ. ഇടിക്കുമ്പോഴേക്കും അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. വീണ്ടും മനസ്സിലാവുണ്ടോ? ഇലക്ട്രോൺ അതേ തെർമൽ വെലോസിറ്റി എന്ത് അറ്റൈൻ ചെയ്യും. പക്ഷെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിന് ഒരു അഡീഷണൽ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ആവറേജ്
velocity gained by the free electrons in the presence of an external electric field is called the drift velocity. അപ്പൊ അതിനാണ് നമ്മൾ അതിനുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നോക്കാം, നമ്മുടെ കണ്ടക്ടറിൽ n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവരുടെ ആവറേജ് വെലോസിറ്റി എത്രയെന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇലക്ട്രോൺസ് ഒക്കെ റാൻഡം മോഷൻ എത്തിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ എങ്ങനെ എഴുതും? നോക്കൂ, ഇങ്ങനെ എഴുതും. 1/n sigma I is equal to 1 to n vi is equal to 0 എന്ന് എഴുതും. എന്താ ഞാൻ എഴുതിയ അർത്ഥം? vi എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ n ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിൽ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുത്തു, ഇൻഡെക്സ് പാർട്ടിക്കിൾ എന്നൊക്കെ പറയും, ഇൻഡെക്സ് ഇലക്ട്രോൺ. അതിന് നമ്മൾ വി എന്ന് റെപ്രസെന്റ്. ആദ്യത്തെ ഇലക്ട്രോൺസ് V1 എഴുതും, രണ്ടാമത്തെ ഇലക്ട്രോൺസ് V2 എഴുതും, രണ്ടാമത്തെ ഇലക്ട്രോൺസ് Vn എഴുതും, ആദ്യത്തെ ഇലക്ട്രോൺസ് നമ്മൾ Vi എഴുതും. നമ്മൾ പണ്ട് റൊട്ടേഷൻ ഡൈനാമിക്സിലൊക്കെ കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ആദ്യത്തെ ചാപ്റ്ററിൽ എറർ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ith ഇലക്ട്രോണിന്റെ വെലോസിറ്റിയാണ് Vi. എന്താ സിഗ്മ എന്നിട്ട്? ഐന്റെ വില ഏത് മുതൽക്ക് ഏതൊരു വാരിയും 1 മുതൽക്ക് n ഒരു വാരിയും. അതിന്റെ വില 1 ആവും, അപ്പൊ V1 കിട്ടും. പിന്നെ അതിന്റെ വില 2 ആവും, അപ്പൊ V2 കിട്ടും. അവസാനം അതിന്റെ വില n ആവും, അപ്പൊ Vn കിട്ടും. എന്താ സിഗ്മ എന്നിട്ട് ഒക്കെ പാടെ കൂട്ടണം. ഇനി പുറത്ത് നോക്കൂ, ഒരു 1/n ഉണ്ട് എന്ന് പറഞ്ഞാൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ആവറേജ് വെലോസിറ്റി കിട്ടുക. ആവറേജ് വെലോസിറ്റി എത്രയാ? 0. അപ്പൊ ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റി 0 ആണ്. ആവറേജ് തെർമൽ വെലോസിറ്റി 0 ആണ്. കാരണം എന്താ? വി ആർ മൂവിംഗ് ഇൻ എ റാൻഡം മാനർ. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. So then what is the force acting on the electron? What is the force acting on the electron? E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ്, ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് E ആണെന്ന് വിചാരിച്ചു, സ്മോൾ e ആണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വെച്ചാൽ ഓരോ ഇലക്ട്രോണിന്റെ മുകളിലും എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഉള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഉള്ള E ഈസികൾ F/Q എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ F എന്ന് പറഞ്ഞാൽ എന്താ? Q into E എന്ന് വരും. ശരി, E equal to F/Q നമ്മൾ പഠിച്ച ഒന്നാമത്തെ ചാപ്റ്ററിൽ. അപ്പൊ F എന്താ? Q എന്ന് പറയുന്ന ചാർജ്, E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F. F എന്ന് വിളിക്കാനുള്ള ഫോർമുല എന്താ? Q. അപ്പൊ Q ന്റെ സ്ഥാനത്ത് നമുക്ക് എന്തിനാ? സ്മോൾ e എന്ന്, കാരണം ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പൊ F is equal to എന്ന് വന്നു E എന്ന് വന്നു. ആക്ച്വലി പുട്ട് മൈനസ് സൈൻ തരും. ഇവിടെ ഞാൻ മൈനസ് സൈൻ. എന്താ കാരണം? ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റിംഗ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുക. If m is the mass of the electron, ഓരോ ഇലക്ട്രോണിന്റെ ആക്സലറേഷൻ എത്ര? എന്താ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? A is equal to F by m. അല്ലെ? A is equal to F by m. F ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ടു? F equal to m പഠിച്ചില്ലേ? അപ്പൊ A equal to F by m. F ന്റെ സ്ഥാനത്ത് എന്തിട്ടു? മൈനസ് E എന്നിട്ടു ഡിവൈഡഡ് ബൈ എന്തിട്ടു? m എന്നിട്ടു. അപ്പൊ ഇതാണ് ഓരോ ഇലക്ട്രോണിന്റെ എന്ത്? ആക്സലറേഷൻ. ആര് കാരണം? ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം. ഇനി നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകും. കൺസിഡർ ദ ith ഇലക്ട്രോൺ. നമ്മുടെ ith ഇലക്ട്രോണിനെ നമ്മളൊന്ന് പരിഗണിക്കുക. ith ഇലക്ട്രോൺ, ഈ ith ഇലക്ട്രോൺ എന്താ? ഇവനാണ് ith ഇലക്ട്രോൺ എന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നു? ഇവരിപ്പോ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മോഷൻ ഫ്രീ ഒന്നുമല്ല. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് അയോണുമായിട്ട് എന്ത് ചെയ്യും? ഇടിക്കും. മനസ്സിലാവുന്നു? ഇടിക്കിയ ശേഷം അത് അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും? എമർജ് ചെയ്യും. സെയിം തെർമൽ വെലോസിറ്റി എന്ത് ചെയ്യാതെ എമർജ് ചെയ്യും. മനസ്സിലാവും? അതുകൂടാതെ അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും VI ആണ്. അതുകൂടാതെ അതിന് ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ആക്സലറേഷനും കിട്ടും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാൻ പോകും. സോ യു കൺസിഡർ ദ ith ഇലക്ട്രോൺ. ith ഇലക്ട്രോണിനെ പരിഗണിക്കുക. ഈ അറ്റ് ഇൻസ്റ്റന്റ് t എന്ന് പറയുന്ന ഇൻസ്റ്റന്റില് നമ്മുടെ പണിയൊക്കെ ഒരുങ്ങി നമ്മൾ ഇലക്ട്രോണിനെ ith ഇലക്ട്രോണിനെ നമ്മളൊന്ന് വ്യൂ ചെയ്യാൻ പോവുക. ലേശം ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ith ഇലക്ട്രോണിനെ വ്യൂ ചെയ്യും. ആ ith ഇലക്ട്രോൺ ഏത് ഇൻസ്റ്റന്റിലാണ് വ്യൂ ചെയ്യണേ? T എന്ന് പറയുന്ന ഇൻസ്റ്റന്റാണ് വ്യൂ ചെയ്യണേ. ഈ ഇലക്ട്രോൺ തൊട്ട് മുമ്പ് ഒരു പോസിറ്റീവ് അയോണുമായിട്ട് ഇടിച്ചിരിക്കണം. ഇടി കഴിഞ്ഞിട്ട് Ti സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ലാസ്റ്റ് ഇടിക്ക് ശേഷം Ti സമയം കഴിഞ്ഞ് എന്താ ഇടിക്കുമ്പോൾ എന്താ അതിന്റെ വെലോസിറ്റി 0 ആവും. പക്ഷെ ഇടിക്ക് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? തന്റെ തെർമൽ വെലോസിറ്റിയിൽ എമർജ് ചെയ്യും. Vi എന്ന് പറയുന്ന തെർമൽ വെലോസിറ്റിയിൽ എമർജ് ചെയ്യും. പ്ലസ് അതിന് ഈ ആക്സലറേഷൻ കാരണം ഒരു അഡീഷണൽ വെലോസിറ്റി കിട്ടുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ നോക്കൂ, നമ്മൾ ith ഇലക്ട്രോണിനെ പരിഗണിക്കുന്നു. ഏത് ഇൻസ്റ്റന്റില്? T എന്ന് പറയുന്ന ഇൻസ്റ്റന്റില് ആ ഇലക്ട്രോൺ തന്റെ ലാസ്റ്റ് കൊളീഷന് ശേഷം എത്ര സമയം കഴിച്ചുകൂട്ടി? Ti സമയം കഴിച്ചുകൂട്ടി വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്രയാവും? ഞാനതിനെ ഇങ്ങനെ എഴുതുന്നു. VI, ക്യാപിറ്റൽ VI എഴുതും. ക്യാപിറ്റൽ VI ഈസ് ഈക്വൽ ടു, ഞാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഏത് ഫോർമുല? ആ ഫോർമുല എഴുതിയിട്ട് നമുക്ക് എഴുതാം. V ഈസ് ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യും. നമ്മൾ പഠിച്ചതാ കഴിഞ്ഞാൽ
V is equal to എന്താ V ഫൈനൽ വെലോസിറ്റി, U എന്താ ഇനീഷ്യൽ വെലോസിറ്റി, A എന്താ ആക്സലറേഷൻ, T എന്താ ടൈം. അപ്പൊ ആ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ഒന്നുകൂടി പറയാൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ith ഇലക്ട്രോണിനെ പരിഗണിച്ചു. ഏത് ഇൻസ്റ്റന്റിൽ? T എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിൽ ആ ഇലക്ട്രോൺ ഒരു പോസിറ്റീവ് അയോണുമായിട്ട് ഇടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഇലക്ട്രോൺ ഒരു പോസിറ്റീവ് അയോണായിട്ട് ഇടിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര സമയം മുമ്പാണ് ഇടി നടന്നത്? Ti സമയം മുമ്പ്. മനസ്സിലാവണം. അപ്പൊ ഇടിക്ക് ശേഷം എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞേ, ഇടിക്ക് ശേഷം പെട്ടെന്ന് ഇലക്ട്രോൺ തന്നെ തെർമൽ വെലോസിറ്റി Vi അറ്റൈൻ ചെയ്യും. പ്ലസ് അതിനൊരു അഡീഷണൽ വെലോസിറ്റി കിട്ടും ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഇപ്പോ നമ്മുടെ ith ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്ര? അത് ഞാൻ ഇങ്ങനെ എഴുതും, ക്യാപിറ്റൽ Vi is equal to ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? അതിന്റെ ഇടിക്ക് ശേഷം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? Vi. ഇടിക്കുമ്പോഴേക്കും വെലോസിറ്റി 0 ആവും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏത് വെലോസിറ്റി അറ്റൈൻ ചെയ്യും? തന്റെ തെർമൽ വെലോസിറ്റി Vi അറ്റൈൻ ചെയ്യും. സോ Vi പ്ലസ് എക്ക് വരെ എഴുതുക ഈ സൈഡ്, എന്താ അത്? മൈനസ് ഇ ബൈ എം. ഇടിക്ക് ശേഷം എത്ര സമയം കഴിച്ചു കൂട്ടി എന്നാ പറഞ്ഞ? Ti സമയം. അപ്പൊ ഇത്ര സമയത്തേക്കാണ് ആക്സലറേഷൻ ഉണ്ടാവുക, Ti. എങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിഫൈൻ ചെയ്തേ? ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് നമ്മൾ ith ഇലക്ട്രോണിന്റെ കേസാണ്. ഇതുപോലെ എവിടെ ഒന്നാമത് ഇലക്ട്രോണിന്റെ കേസ്, ഇതുപോലെ എവിടെ രണ്ടാമത് ഇലക്ട്രോണിന്റെ കേസ്, ഇതുപോലെ എവിടെ n-ാമത് ഇലക്ട്രോണിന്റെ കേസ്. സോ വി ഷാൽ ടേക്ക് ദ ആവറേജ് വാല്യൂ. അപ്പൊ എങ്ങനെ ആവറേജ് എടുക്കുക? ആവറേജ് എടുത്തു, ആവറേജ്, ഇതിന്റെ ആവറേജ് എടുത്തു, ആവറേജ്, ഇതിന്റെ ആവറേജ് എടുത്തു, ആവറേജ്. ഈ ആവറേജ് വെലോസിറ്റിക്ക് പറഞ്ഞ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന് നമ്മൾ എങ്ങനെ എഴുതി? Vd എന്ന് ഈസ് ഈക്വൽ ടു ഇതിന്റെ വരെ എത്രയും നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. തെർമൽ വെലോസിറ്റികളുടെ ഒക്കെ പല ആവറേജ് വാല്യൂ 0 ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനത്തിന്റെ വില എത്രയാ? ഈ സാധനത്തിന്റെ വില 0 ആയിട്ട് മാറും. പ്ലസ് ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റൽ ഒരു കോൺസ്റ്റന്റ് ആണ്, എം ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് കോൺസ്റ്റന്റുകളെ ആവറേജ് ചെയ്യാനില്ല. Ti ആവറേജ് ചെയ്യും. T1 ആണ് ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ കേസിലുള്ള ടൈം ഇന്റർവൽ, T2 ആണ് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ കേസിലുള്ള ടൈം ഇന്റർവൽ, Ti ആണ് ith ഇലക്ട്രോണിന്റെ കേസിലുള്ള ടൈം ഇന്റർവൽ, Tn ആയിരിക്കും nth ഇലക്ട്രോണിന്റെ കേസിലുള്ള ടൈം ഇന്റർവൽ. ഒക്കെ പാടെ നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഇ ബൈ എം. Ti ആവറേജ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ സാധനം കിട്ടും, ടോ എന്ന് പറയും. നമ്മുടെ ടോർക്കൊക്കെ എഴുതുന്ന മാതിരി സാധനം. വാട്ട് ഈസ് ടോ? Average time interval between successive collisions. Average time interval between successive collisions എന്ന് പറയും. രണ്ട് അടുത്തടുത്തിരിക്കുന്ന കൊളീഷൻസിനിടയ്ക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള കൊളീഷൻസിനിടയ്ക്ക് നമ്മുടെ ഇലക്ട്രോൺ എടുക്കുന്ന സമയം, ആവറേജ് എടുക്കുന്ന സമയം, അതിന്റെ പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയും. എന്താ പറയാ? റിലാക്സേഷൻ ടൈം. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായി പറയൂ? Vd is equal to minus E by m into τ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇവിടെ ഇ എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ക്യാപിറ്റൽ ഇ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. എം എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ടോ എന്താണ്? റിലാക്സേഷൻ ടൈം ആണ്. രണ്ട് സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്കുള്ള ആവറേജ് ടൈം ഇന്റർവൽ. എന്താ മൈനസ് ആയി കാണിക്കണേ? ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റിംഗ് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ? വളരെ പ്രധാനപ്പെട്ട ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ കുറവാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഏതാണ്ട് 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ ഉള്ളൂ. ഇതിന്റെ വില 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. അപ്പോ ഇലക്ട്രോൺസ് ഈ എൻഡിൽ ഈ എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ആ വെലോസിറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, സ്വിച്ച് ഇട്ട് അതേ ഇൻസ്റ്റന്റിൽ ബൾബ് കത്താൻ കാരണം എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെയാണ് സ്വിച്ച് എന്ന് വിചാരിക്കുക, ബൾബ് ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാന്ന് വിചാരിക്കുക. സ്വിച്ച് ഇട്ട് അതേ ഇൻസ്റ്റന്റിൽ എന്ത് കത്തും? ബൾബ് കത്തും. എന്താ കാരണം? കാരണം ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് ആ ഇൻസ്റ്റന്റില് ഈ കണ്ടക്ടറിലുടനീളം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത് നിറഞ്ഞിരിക്കുക ഫ്രീ ഇലക്ട്രോൺസ്. മനസ്സിലാവും? അപ്പൊ നമുക്ക് ഒരു കണ്ടക്ടർ, ഇവിടെ നമ്മളൊരു ബൾബ് വെച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ സെല്ലാണ്, ഇത് നമ്മുടെ കീ ആണ്. കീ ഓൺ ചെയ്യുന്ന നിമിഷം ഇലക്ട്രിക് ഫീൽഡ്, ഈ സെല്ലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ കണ്ടക്ടറിലുടനീളം എന്താവും? എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പോ ഇവിടുത്തെ ഇലക്ട്രോൺ അല്ല എവിടേക്ക് എത്തുന്നത്? സെല്ലിലേക്ക്, ഐ മീൻ ഫിലമെന്റിലേക്ക് എത്തുന്നത്. ഫിലമെന്റിൽ കൂടെ ഇലക്ട്രോൺ പാസ് ചെയ്താലാണല്ലോ അത് ചുട്ടുപഴുക്കുക, അല്ലെ? അങ്ങനെ ലൈറ്റ് തരിക നമുക്ക്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തണമെന്നില്ല. ഇത് നിറച്ചിട്ട് ഇതുവരെ ബെഞ്ചിൽ 5 കുട്ടികൾ ഇരിക്കണം വിചാരിക്കുക, നിറഞ്ഞു ബെഞ്ച്, ഒരു കുട്ടി കൂടി പിടിച്ചിരിക്കും, അപ്പൊ നല്ലോണം നിറഞ്ഞു. ഇനി ഒരു കുട്ടി കയറി എന്താ? ആ അറ്റത്തെ കുട്ടി എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. അതേമാതിരി ഇതിൽ നിറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഇരിക്കുക. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കയറിയാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ കടിയാണ്, ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ കടിയാണ്, ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ കടിയാണ്, ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കയറും. അല്ലാതെ ഇവിടുത്തെ ഇലക്ട്രോൺ അല്ല അങ്ങനെ എത്തണമെന്ന്. ശരി? അപ്പൊ ഈ ഒരു കാരണം, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ, കൺട്രോൾ വളരെ അകലത്തിലാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്വിച്ച് വളരെ അകലത്തിലാണെങ്കിലും സ്വിച്ച് ഇട്ട് അതേ ഇൻസ്റ്റന്റിൽ തന്നെ ബൾബ് കത്താൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, കാരണം ഇതാണ്,
സ്വിച്ച് ഇട്ട അതേ ഇൻസ്റ്റന്റിൽ കണ്ടക്ടറിൽ ഉടനീളം ഇലക്ട്രിക് ഫീൽഡ് എന്താവും എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പൊ ഓരോ ഇലക്ട്രോണിനും ആ ലോക്കൽ ഡ്രിഫ്റ്റ് കിട്ടുന്നു. ഓരോ ഇലക്ട്രോണിനും ആ ലോക്കൽ ഡ്രിഫ്റ്റ് കിട്ടും. അങ്ങനെ എന്താ പറയുക, ബൾബ് കത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ചെറുതാണ്, എങ്കിൽ കൂടി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മുടെ ബൾബ് പ്രകാശിക്കുക അല്ലെങ്കിൽ ഉപകരണം എന്ത് ചെയ്യപ്പെടും, വർക്ക് ചെയ്യപ്പെടും. അതിന് കാരണം ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശരി, ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ് കറന്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം. കറന്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കറന്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. കറന്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒരു എക്സ്പ്രഷനാണ്. ഒരു കണ്ടക്ടർ, ഇമാജിൻ ഒരു കണ്ടക്ടർ ഒരു യൂണിഫോം കണ്ടക്ടർ എന്ന് വിചാരിച്ചോളൂ. ആ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാന്ന് വിചാരിച്ചോളൂ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വിചാരിച്ചോളൂ. ഈ കണ്ടക്ടറിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്നാന്ന് വിചാരിച്ചോളൂ. ഈ കണ്ടക്ടറിൽ യൂണിറ്റ് വോളിയത്തിൽ ഇത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് ഇ എന്ന് വിചാരിച്ചോളൂ. ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്തൊക്കെ വിചാരിച്ചു? ഒരു കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് എൽ, ക്രോസ് സെക്ഷൻ ഏരിയ എ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എത്ര എൻ, ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര ഇ. ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണെന്ന് കൂടി വിചാരിക്കും. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ? വോളിയം ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടറിന്റെ വോളിയം എത്ര? ക്രോസ് സെക്ഷൻ ഏരിയ ഇൻടു ലെങ്ത് എ അല്ലെ? കണ്ടക്ടറിന്റെ വോളിയം എങ്ങനെ പിടിക്കുക? ക്രോസ് സെക്ഷൻ ഏരിയ ഇൻടു ലെങ്ത് എ. യൂണിറ്റ് വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നാ പറഞ്ഞേ? എൻ. അപ്പൊ ഇത്രയും വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ്? യൂണിറ്റ് വോളിയത്തിൽ ഇത്ര. അപ്പൊ എൽ വോളിയത്തിൽ എത്ര? എൽ. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്ര? യൂണിറ്റ് വോളിയത്തിലേ. അപ്പൊ എൽ വോളിയത്തിലോ? എ എൽ എൻ. അപ്പൊ ടോട്ടൽ ചാർജ് എത്ര? ഓരോ ഇലക്ട്രോണിക് ചാർജ് ഇ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മൊത്തം ചാർജ് എത്ര? ടോട്ടൽ ചാർജ് Q എന്ന് വിളിക്കാം. Q ഈസ് ഈക്വൽ പറഞ്ഞോ എ എൽ എൻ ഇ. എൽ എൻ ഇ കാരണം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസിന്റെ ചാർജ് എത്ര? എ എൽ എൻ ഇ. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഇത്രയും ഇലക്ട്രോൺസ് ഈ സെക്ഷനിൽ കൂടെ ഉണ്ടാവും, ഈ ക്രോസ് സെക്ഷനിൽ കൂടെ ടി സമയം കൊണ്ട് ഫ്ലോ ചെയ്യുന്നു വിചാരിച്ചോളൂ. ഈ സെക്ഷനിൽ കൂടെ കണ്ടക്ടറിന്റെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ അപ്ലൈ ചെയ്യണം. ഈ സെക്ഷനിൽ കൂടെ ടി സമയം കൊണ്ട് ഫ്ലോ ചെയ്യുന്നു വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ? ഐ ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ബൈ ടി. ക്യൂന്റെ സ്ഥാനത്ത് എഴുതി എ എൽ എൻ ഇ ഡിവൈഡഡ് ബൈ ടി എന്ന് അല്ലെ? വാട്ട് ഈസ് എൽ ബൈ ടി? എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം. എന്താ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? വെലോസിറ്റി. എന്ത് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ എന്തായി? ഐ ഈസ് ഈക്വൽ ടു എ വി ഡി എന്ന് അല്ലെ? വി ഡി എൻ ഇ. കുറച്ചുകൂടി നന്നായി എഴുതിയാൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി എന്നാണ്. ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി എന്നാണ്. അപ്പൊ ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള ബന്ധം. ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. നീടുന്നൊക്കെ എഴുതും, ചില കുട്ടികൾ അങ്ങനെ വായിക്കും. അത് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി. നീഡ് ക്ലിയർ? അപ്പോൾ നമ്മള് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ക്ലാസ് അടുത്ത